നമ്മൾ കഴിഞ്ഞ വീക്കിൽ ടാറ്റ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ സ്റ്റോക്കിൽ നമ്മളൊരു ട്രേഡ് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ട്രേഡിൽ നമുക്ക് 1:4 ലെയർ 1:4 ആണ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ബട്ട് സ്റ്റോക്ക് 1:4 ലെയർ മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ഈ ഒരു സ്റ്റോക്ക് എങ്ങനെ പിക്ക് ചെയ്തു, ഈ ഒരു സ്റ്റോക്ക് നമ്മൾ എങ്ങനെ ട്രേഡ് എടുത്തു എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഓർഡർ ഫ്ലോ വെച്ചിട്ട് ഈ ഒരു സ്റ്റോക്കിനെ എങ്ങനെ വോളിയം കാര്യങ്ങളൊക്കെ അനാലിസിസ് ചെയ്തു എന്നുള്ളതും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആക്ച്വലി ഈ ഒരു സ്റ്റോക്കിൽ എങ്ങനെ ആക്ച്വലി ഈ ഒരു സ്റ്റോക്ക് നമുക്ക് സ്ട്രക്ചറലി ഓക്കെ ആയി എന്നുള്ളതാണ്. നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്കിനെ നമുക്ക് വെറുതെ എടുക്കാൻ പറ്റില്ല. ഒരു സ്റ്റോക്ക് നമ്മൾ പിക്ക് ചെയ്യുമ്പോൾ ആ ഒരു സ്റ്റോക്ക് നമുക്ക് സെറ്റപ്പിനനുസരിച്ച് സ്ട്രക്ചറലി അത് ഓക്കെ ആയിരിക്കണം. സോ ഒരു സ്റ്റോക്ക് നമ്മൾ എങ്ങനെ സ്ട്രക്ചറലി ഓക്കെ എന്ന് ഡിസ്കസ് ചെയ്യുന്നു. എന്നിട്ട് ഡിസ്കസ് ചെയ്യുന്നത് നമ്മളെങ്ങനെ ഓർഡർ ഫ്ലോ വെച്ചിട്ട് ഇതിനെ അനാലിസിസ് ചെയ്തു എന്നുള്ളതാണ്. സോ ഞാൻ ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ ഒരു എങ്ങനെ ഇത് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് സ്ട്രക്ചറലി ഓക്കെ ആണെന്ന് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് എവിടുന്ന് എൻട്രി എടുത്തു എക്സിറ്റ് ചെയ്തു എന്നുള്ളത് ഞാൻ എന്ത് ചെയ്യാം ജസ്റ്റ് പറയാം. സോ നമ്മളിവിടെ എൻട്രി പോയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ലെവലിലായിരുന്നു എൻട്രി പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മൾക്ക് ഈ ഒരു ലെവലായ സമയത്താണ് ഇവിടെ വീണ്ടും ഒരു പുൾ ബാക്ക് വന്നു. ഈ ഒരു ലെവലിലായിരുന്നു നമ്മൾ എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിനുശേഷം മാർക്കറ്റ് വീണ്ടും എന്തെങ്കിലുണ്ടായിരുന്നു, മുകളിലോട്ടൊരു റാലി തന്നിട്ടുണ്ടായിരുന്നു. സോ ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എങ്ങനെ ഈ ഒരു സ്റ്റോക്ക് പിക്ക് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റോക്ക് പിക്ക് ചെയ്യാനുണ്ടായ ഒരു കാരണം ഈ ഒരു സ്റ്റോക്ക് നമുക്ക് സ്ട്രക്ചറലി ഓക്കെ ആയ സമയത്താണ് ഈ ഒരു സ്റ്റോക്ക് നമ്മൾ പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇതെങ്ങനെ നമുക്ക് സ്ട്രക്ചറലി ഓക്കെ എന്നുള്ളതാണ് ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇവിടെ ജസ്റ്റ് നിങ്ങൾ ഇങ്ങോട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു ടാറ്റ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു സ്റ്റോക്കിനെ ജസ്റ്റ് സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ചെറിയൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് അക്യുമുലേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. കൈൻഡ് ഓഫ് അക്യുമുലേഷൻ നിങ്ങൾക്ക് പറയാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അതിനെ ഒരു കൺസോൾട്ടേഷൻ എന്ന് പറയാം, അല്ലേ? കാരണം അക്യുമുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. പൊതുവെ അക്യുമുലേഷൻ ഡിസ്ട്രിബ്യൂഷൻസ് എന്താണ് ടേക്കിംഗ് പ്ലേസ് അറ്റ് ദ ഹയർ ടൈം ഫ്രെയിം എന്നുള്ളതാണ്, അല്ലെ? ഹയർ ടൈം ഫ്രെയിമിലാണ് പൊതുവെ അക്യുമുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ നടക്കാറ്. സോ ഇവിടെ ഈ ഒരു 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ തന്നെ ഒന്ന് സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് കൺസോൾട്ടേഷൻ കാണാൻ പറ്റും, അല്ലേ? അപ്പോൾ ഈ ഒരു കൺസോൾട്ടേഷൻ്റെ മേലെ പ്രൈസ് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിത്ത് എ ഗുഡ് വോളിയം, നല്ലൊരു വോളിയത്തിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസിന് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ലെവൽ സസ്റ്റെയിൻ ചെയ്തിട്ട് മുകളിലോട്ട് പോകാൻ പറ്റും എന്നുള്ള കൺസിഡറേഷനിൽ നമുക്ക് ആ ഒരു സ്റ്റോക്കിനെ പിക്ക് ചെയ്യാൻ പറ്റും. സോ ഇവിടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലെവലിനെ മാർക്ക് ചെയ്തിട്ട് ആ ലെവലിലോട്ട് പ്രൈസ് എങ്ങനെ റീച്ച് ചെയ്യാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ ആ ലെവലിലോട്ട് പ്രൈസ് എങ്ങനെ റീച്ച് ചെയ്യാൻ ട്രൈ ചെയ്തു എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നോക്കുന്നത്. സോ അതിനനുസരിച്ചാണ് ഈ ഒരു സ്റ്റോക്കിനെ പിക്ക് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത്. സോ ഇവിടെ ഞാൻ ഫസ്റ്റ് പറയാൻ പോകുന്നത് ആ ഒരു കീ ലെവലിനെ മാർക്ക് ചെയ്തിട്ട് ആ ഒരു കീ ലെവലിലോട്ട് പ്രൈസ് എങ്ങനെ എത്തി എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇവിടെ എവിടെയാണ് ആക്ച്വലി കീ ലെവൽ നമുക്ക് കാണാൻ പറ്റുന്നത്? ഇതിനെ ജസ്റ്റ് സൂം ഔട്ട് ചെയ്യുന്ന സമയത്ത്, ഈ ഒരു ലെവലിനെ കംപ്ലീറ്റ് സൂം ഔട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ എവിടെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കീ ലെവൽ കാണാൻ പറ്റുന്നത്? ഓക്കെ, നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ കീ ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലെവലായിരുന്നു. അതായത് 1751 എന്ന് പറയുന്ന ഈ ഒരു ലെവൽ. ഈ 1751 എന്ന് പറയുന്ന ലെവൽ ആക്ച്വലി പ്രീവിയസ് ഡേ ഹൈ ആണ്. നമ്മൾ CPR പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ ഒരു ദിവസമാണ്, അതായത് 28 ഡിസംബറിലാണ് നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ പ്രീവിയസ് ആയിട്ട് മാർക്കറ്റ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഹൈ ഉണ്ടാക്കിയിരുന്ന ഈ ലെവലും ലോ ഉണ്ടാക്കിയിരുന്ന ഈ ലെവലായിരുന്നു. സോ പ്രീവിയസ് ആയിട്ടുള്ള ഡേ ഹൈ എന്ന് പറയുന്നത് മാർക്കറ്റ് നമ്മൾ ട്രേഡ് എടുത്തതിൻ്റെ പ്രീവിയസ് ആയിട്ട് ഡേ ഹൈ എന്ന് പറയുന്ന ഈ ലെവലായിരുന്നു. സോ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ ലെവൽ എന്ന് പറയുന്നത് ഈ പ്രീവിയസ് ആയിട്ടുള്ള ഡേ ഹൈ ആയിരുന്നു. സോ ഈ ഒരു പ്രീവിയസ് ആയിട്ടുള്ള ഡേ ഹൈ ഞാൻ മാർക്ക് ചെയ്തു. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രീവിയസ് ആയിട്ടുള്ള ഡേ ഹൈയിലോട്ട് പ്രൈസ് എങ്ങനെ റീച്ച് ചെയ്തു എന്നുള്ളതാണ്. അതായത് ഈ ഒരു കീ ലെവലിലോട്ട് പ്രൈസ് എങ്ങനെ റീച്ച് ചെയ്യാൻ നോക്കി, പ്രൈസ് എങ്ങനെ ആ ഒരു കീ ലെവലിനെ ബ്രേക്ക് ചെയ്യാൻ നോക്കി എന്നുള്ളതാണ് നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത്. സോ അവിടെ നമ്മൾ ബയേഴ്സിൻ്റെ പെർസ്പെക്റ്റീവാണ് ഇവിടെ കാണേണ്ടത്. ബയേഴ്സ് എങ്ങനെ ആക്ച്വലി ആ ഒരു കീ ലെവലിലോട്ട് വന്ന് ആക്ട് ചെയ്തിട്ട് ആ ഒരു കീ ലെവലിനെ ടേക്ക് ഔട്ട് ചെയ്യാൻ നോക്കി എന്നുള്ളതാണ് ആക്ച്വലി നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഞാൻ ഇതിനെ കമ്പയർ ചെയ്തിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു ലെവൽ ഇതായിരുന്നു നമ്മുടെ കീ ലെവൽ. സോ ഈ ഒരു കീ ലെവലിലോട്ട്, അതായത് 1750.70, ഓക്കെ, ഈ ഒരു കീ ലെവലിലോട്ട് എങ്ങനെ പ്രൈസ് എത്തി എന്നുള്ളതാണ് നോക്കേണ്ടത്. സോ ഇവിടെ പ്രൈസ് എന്ത് ചെയ്യാൻ നോക്കി, ഇവിടെ ഓപ്പൺ ചെയ്തു. ഈ ഒരു കൺസോൾട്ടേഷൻ പ്രീവിയസ് ഡേ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു. സോ പ്രീവിയസ് ഡേ ഹൈയിലും ലോൻ്റെ ഇടയിലും മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് പ്രൈസ് എന്ത് ചെയ്തു, ഇവിടെ സസ്റ്റെയിൻ ചെയ്തു, അല്ലേ? എന്നിട്ട് മാർക്കറ്റ് ഒന്ന് പുൾ ബാക്ക് മീൻസ് ഒരു സ്വിങ് തന്നിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ നോക്കി. സോ ഇവിടെ നിർത്തുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നുണ്ടോ എന്നുള്ളത്. സോ ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് എന്ത് ചെയ്തു, ഒരു നല്ല രീതിയിലുള്ള ഒരു റാലി തരാൻ നോക്കിയിട്ട് പെട്ടെന്നുള്ളൊരു ബ്രേക്ക് ഇവിടെ തന്ന്
അല്ലേ? അതായത് വളരെ ഒരു സഡൻ ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണ് ആക്ച്വലി ഈ കീ ലെവലിലോട്ട് മാർക്കറ്റ് അല്ലെങ്കിൽ ബയേഴ്സ് നടത്തിയത്. അതൊരു കൈൻഡ് ഓഫ് അഗ്രസീവ് ബൈയിങ് നടക്കുന്ന പോലെ നമുക്ക് തോന്നും ക്യാൻഡിൽ സ്റ്റിക്ക് മാത്രം റീഡ് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പം ഇത് കമ്പയർ ചെയ്യുമ്പം ഈ പ്രൈസ്, അതായത് പ്രൈസ് ഈ ഒരു ലെവലിലോട്ട് എത്തിയത് പ്രീവിയസ് ആയിട്ടുള്ള ദിവസത്തിനെ കമ്പയർ ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിരിക്കുന്നത് ഏത് പ്രൈസിനാണ്, ഏത് ദിവസമാണ്? ഈ ഒരു ദിവസമാണ്. ഈ ഒരു ദിവസമാണ് ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ട് ഈ ഒരു പ്രൈസ് ഈ ഒരു ലെവലിലോട്ട് എത്തുന്നത്. സോ നിങ്ങൾ പ്രീവിയസ് ആയുള്ള ദിവസത്തിലോട്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ എന്ത് വരുന്നില്ല, ഈ ഒരു ലെവലിലോട്ട്, അതായത് ഇതായിരിക്കും പ്രീവിയസ് ആയുള്ള ദിവസത്തെ കീ ലെവൽ, ഈ കീ ലെവലിലോട്ട് പ്രൈസ് എന്ത് ചെയ്യുന്നില്ല, സ്ട്രോങ് ആയിട്ട് എത്തുന്നില്ല, വളരെ സ്ട്രോങ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് വരുന്നില്ല. പിന്നെ ഒരു മൂവ്മെൻറ്റ് വന്നിരുന്ന ഈ ലെവലിലാണ്, പക്ഷെ അത് പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്തിട്ടില്ല. ഓക്കെ, നമുക്ക് ഈ മൂവ്മെൻറ്റിൻ്റെ കൂടെ നമ്മൾ എന്തും കൂടെ വേണം, വോളിയത്തിൻ്റെ ഒരു കൺഫർമേഷനും കൂടെ, അത് നമ്മൾ ഓർഡർ ഫ്ലോ വെച്ചിട്ട് പ്രോപ്പറായിട്ട് പറയാം. ഓക്കെ, അപ്പം ഈ ഒരു ദിവസത്തിൽ ഈ ഒരു മൂവ്മെൻ്റ് ആയിരുന്നു നമുക്ക് പെട്ടെന്നുള്ളൊരു മൂവ് തന്നു, ഇതിൻ്റെ അബോ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്തിട്ട് നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത് ആക്ച്വലി ഈ ഒരു ക്യാൻഡിലാണ്. ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ ക്രോസ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ എന്തിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്, എൻട്രി പോയിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു ക്യാൻഡിൽ ഹൈ ക്രോസ് ചെയ്തത് ആക്ച്വലി ഏത് ക്യാൻഡിലാണ്? അപ്പം ഞാൻ ഈ ഒരു ക്യാൻഡിലിനെ ഞാൻ ബോക്സിലാക്കിയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു ക്യാൻഡിലാണ് ആക്ച്വലി നമ്മൾ ഈ ഒരു ന്യൂട്രൽ ക്യാൻഡിലാണ് നമ്മൾ, അതായത് ഈ ഒരു ന്യൂട്രൽ ക്യാൻഡിലാണ് നമ്മൾ എന്ത് ചെയ്തത്, ഒരു ഓർഡർ എക്സിക്യൂട്ട് ചെയ്ത് വെച്ചത്. ബട്ട് എക്സിക്യൂട്ട് ആയിട്ടില്ല, ഒരു ഓപ്പൺ പൊസിഷനായിട്ട് നിൽക്കുക. സോ ഈ ഒരു ഓർഡറിൻ്റെ ഈ ഒരു ന്യൂട്രൽ ക്യാൻഡിൽ ഹൈ പോകുന്ന സമയത്താണ് ആക്ച്വലി നമ്മൾ ഈ ഒരു ട്രേഡ് പോയിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു ക്യാൻഡിലാണ് ആക്ച്വലി എന്ത് ചെയ്ത് ഓർഡർ എക്സിക്യൂട്ടായി പോയിരുന്നത്. സോ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രക്ചറലി മാർക്കറ്റ് ഓക്കെ ആയി, എന്നിട്ട് ഇവിടെ നമുക്ക് ഓർഡർ ഫ്ലോ വെച്ചിട്ട് ആക്ച്വലി എങ്ങനെ അതിന് ഒന്നും കൂടെ വോളിയം വെച്ചിട്ട് അനാലിസിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സ്റ്റോക്ക് എങ്ങനെ ഓക്കെ ആയി വന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇതിൻ്റെ ഓർഡർ ഫ്ലോൻ്റെ ചാർട്ടിലോട്ട് ഞാൻ പോകുന്ന സമയത്ത് ഇത് 28 ഡിസംബറിൽ ഈ ഒരു ലെവലിൽ ഈ ഒരു ക്യാൻഡിൽസ്റ്റിക്ക് വെച്ചിട്ട് ആ ഒരു ഏരിയയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ആക്ച്വലി നമ്മൾ എന്ത് ചെയ്ത് ഓർഡർ ഫ്ലോ വെച്ച് നോക്കേണ്ടത്. സോ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ പ്രൈസ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ലെവലിലോട്ട് റീച്ച് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു പ്രൈസ് ക്യാൻഡിൽസ്റ്റിക്ക് നോക്കുന്ന സമയത്ത് നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഹെവി ആയിട്ട് റീച്ച് ചെയ്യുന്നുണ്ട്. ഇത് ഓർഡർ ഫ്ലോ കൂടെ വെച്ചിട്ട് നമുക്ക് കൺഫേം ചെയ്യുന്ന സമയത്താണ് ആക്ച്വലി അവിടെ പ്രോപ്പർ ബയേഴ്സ് ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ നമ്മൾ ഓർഡർ ഫ്ലോ വെച്ച് നോക്കുന്ന സമയത്ത് ഇത് 28 ഡിസംബറിൻ്റെ ചാർട്ട് നോക്കുന്ന സമയത്ത് ഓക്കെ, ഇതാണ് ടാറ്റ കമ്മ്യൂണിക്കേഷൻ്റെ സ്റ്റോക്ക് ഇതാണ്. സോ ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് നോക്കേണ്ടത് 28 ഡിസംബർ. സോ ഇതാണ് 28 ഡിസംബറിൻ്റെ ഓർഡർ ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ജസ്റ്റ് സൂം ഔട്ട് ചെയ്തിട്ട് ഞാനൊരു നേരത്തെ നമ്മൾ വരച്ച ഒരു ലെവൽസിനെ ഒന്നും കൂടെ ഞാൻ മാർക്ക് ചെയ്യണം. സോ ഈ ഒരു ലെവലായിരുന്നു ആക്ച്വലി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലെവൽ എന്ന് പറഞ്ഞത് അല്ലേ. സോ ഈ ഒരു ലെവലിൽ ഈ ഒരു പ്രൈസിൻ്റെ മൂവ്മെൻറ്റിനെയാണ് നമ്മൾ നോക്കിയിരുന്നത്. സോ ഇവിടെ ട്രേഡിംഗിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ്, അതായത് ഈ ഒരു പ്രൈസിൻ്റെ മൂവ്മെൻറ്റിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഓർഡർ ഫ്ലോയിൽ വാച്ച് ചെയ്യേണ്ടത്. ഓക്കെ, സോ നമ്മൾ ട്രേഡിംഗ് വ്യൂവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മൂവ്മെൻറ്റ് എങ്ങനെ എന്നുള്ളതാണ് ആക്ച്വലി നമ്മൾ ഓർഡർ ഫ്ലോയിൽ വാച്ച് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആ ഒരു മൂവ്മെൻറ്റ് എങ്ങനെ, സോ ഈ ഒരു ലെവലാണ് ആക്ച്വലി ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. ആ ഒരു മാർക്ക് ചെയ്ത ലെവലിലോട്ട് പ്രൈസ് എന്ത് ചെയ്യുന്നുണ്ട്, എത്തുന്നുണ്ട്. ഈ ഒരു പ്രൈസ് എങ്ങനെ റീച്ച് ചെയ്തു, അത് എക്സാക്ട്ലി അവിടെ എന്താണ് ആക്ച്വലി ബയേഴ്സ്, ഓൾറെഡി അവിടെ ബയേഴ്സ് ഉണ്ടോ, അല്ലെങ്കിൽ പാസീവ് ബൈയിങ് ആണോ നടക്കുന്നത്, അഗ്രസീവ് ബൈയിങ് ആണോ നടക്കുന്നത്, വോളിയത്തിൻ്റെ കൺഫർമേഷൻ കൂടുതലുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓർഡർ ഫ്ലോ വെച്ചിട്ട് അനാലിസിസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇമ്പോർട്ടൻറ്റ് കീ ലെവൽ എന്ന് പറയുന്നത്. ആ ഒരു കീ ലെവലിലോട്ട് എങ്ങനെ പ്രൈസ് റീച്ച് ചെയ്തു എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ഓർഡർ ഫ്ലോ ഒന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പ്രൈസിൽ നിന്ന്, ഈ ഒരു ലെവലിൽ നിന്ന് നമ്മൾ പറഞ്ഞ ട്രേഡിംഗ് വ്യൂവിൻ്റെ നമ്മൾ ആ ചാർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ലെവലിൽ നിന്ന് പ്രൈസ് ഈ ഒരു പ്രൈസിലോട്ട് റീച്ച് ചെയ്തപ്പം ക്യാൻഡിൽസ്റ്റിക്ക് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പ്രൈസ് ഹെവി ആയിട്ട് പോയി എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഓർഡർ ഫ്ലോ വെച്ചിട്ട് നമുക്കൊന്നും കൂടെ അവിടെ എന്ത് വരുന്നുണ്ട്, നമുക്ക് കൺഫർമേഷൻ കിട്ടുന്നുണ്ട്. അതായത് ഈ ഒരു ലെവലിൽ നിന്ന് ആക്ച്വലി മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, മുകളിലോട്ട് പോകുമ്പം അവിടെ നടക്കുന്ന ആ ഒരു ബൈയിങ്ങിൻ്റെ സ്ട്രെങ്ത്ത് അത് ആക്ച്വലി വളരെ സ്ട്രോങ് ആണ്. ഈ ഒരു സമയത്ത് ആക്ച്വലി ഒരുപാട് വോളിയം ഒരുപാട് മാർക്കറ്റിനില്ല. മാർക്കറ്റിന് കോമൺ ആയിട്ട് വരുന്ന വോളിയം, ഇപ്പോൾ ആവറേജ് വോളിയം നോക്കുകയാണെങ്കിൽ ഓക്കെ, നല്ലൊരു വോളിയം ഉണ്ട് എന്ന് പറയാം. പക്ഷേ ഇവിടെ 2000 3000 വെക്കുമ്പോൾ 12,000 ഓക്കെയാണ്.
പക്ഷേ എന്നാൽ പോലും നമുക്ക് വേണ്ടത്ര വോളിയം മാർക്കറ്റ് വന്നിട്ടില്ല. പക്ഷേ അവിടെ എന്ത് വന്നിട്ടുണ്ടായിരുന്നു? ഒരു ബയ്യിങ്ങിൻ്റെ ഇംബാലൻസ് നല്ല രീതിയിൽ മാർക്കറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. അതായത് മാർക്കറ്റ് ആ ഒരു കൺസോൾട്ടേഷൻ നിൽക്കുന്ന സമയത്ത് തന്നെ പ്രീവിയസ് ആയിട്ടുള്ള ഡേൻ്റെ റേഞ്ചിൽ മാർക്കറ്റ് നിൽക്കുന്ന സമയത്ത് തന്നെ ബയ്യിങ്ങിൻ്റെ ഇംബാലൻസ് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. സോ ബയ്യിങ് ഇംബാലൻസ് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യുമ്പം ആക്ച്വലി അവിടെ മനസ്സിലാക്കേണ്ടത് കൈൻഡ് ഓഫ് ബയ്യിങ് വരുന്നുണ്ട്, കൈൻഡ് ഓഫ് പാസീവ് ബയ്യിങ് വരുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആ ഒരു ബയ്യിങ് ഇംബാലൻസ് ആക്ച്വലി ഇവിടെ ബയ്യിങ് ഇംബാലൻസ് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആക്ച്വലി ഈ ഒരു നമ്മൾ ഇതിൻ്റെ ആസ്കിൻ്റെയും ബിഡിൻ്റെയും സൈഡിലോട്ട് പോകുന്ന സമയത്ത് ആക്ച്വലി ഈ ലെവൽസിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും എന്തുണ്ട് ഇതിനെ കമ്പയർ ചെയ്യുമ്പം ഇവിടെ നല്ല രീതിയിലുള്ള ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ആക്ച്വലി നല്ല രീതിയിൽ ഇംബാലൻസ് വന്നിട്ടുണ്ട് ഈ ഒരു ക്യാൻഡിൽ. ഈ ഒരു ക്യാൻഡിൽ നല്ല രീതിയിൽ ഇംബാലൻസ് വന്നിട്ടുണ്ട്. ഈ ഒരു ക്യാൻഡിലൊക്കെയാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നുണ്ട് പ്രൈസിൻ്റെ ഈ ഒരു കീ ലെവലിലോട്ട് എത്താൻ നോക്കിയ ക്യാൻഡിൽസുകൾ. സോ ഈ ഒരു ക്യാൻഡിൽസിലൊക്കെ ഹെവി ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ മനസ്സിലാക്കേണ്ടത് എന്തുണ്ട് ബയ്യിങ്ങിൻ്റെ സ്ട്രെങ്ത്ത് കൂടുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ബട്ട് നമുക്ക് വേണ്ടത്ര വോളിയംസ് ആക്ച്വലി അവിടെ കിട്ടിയിട്ടില്ല. സോ നമ്മൾ എപ്പോഴും നമ്മൾ എൻട്രി ചെയ്തത് എവിടെയായിരുന്നു? നമ്മൾ എൻട്രി ചെയ്തത് ആക്ച്വലി ഈ ഒരു ലെവലിലായിരുന്നു. സോ ഈ ഒരു ലെവലിൽ നിന്ന് ഫസ്റ്റ് നമുക്ക് കൺഫേം ആയത് വോളിയം മീൻസ് ഇംബാലൻസ് കൺഫേം ആയി, കൈൻഡ് ഓഫ് വോളിയം മീൻസ് വോളിയം അല്ല കൈൻഡ് ഓഫ് ബയ്യിങ് വരുന്നുണ്ടെന്ന് മനസ്സിലായി. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പ്രോപ്പറായിട്ട് വോളിയം കൂടെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു സ്റ്റോക്കിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ ആയിട്ട് എടുക്കാൻ പറ്റും. സോ നമ്മൾ ട്രേഡ് പോയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ലെവലിൻ്റെ അബവ് ആയിരുന്നു നമ്മൾ ട്രേഡ് പ്ലേസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ആ ഒരു ലെവൽസിൽ എങ്ങനെ ബയ്യിങ് വന്നു എന്ന് നോക്കാം. സോ ഇതിനെ ഈ ഒരു മാർക്കറ്റ് ബ്രേക്ക് ചെയ്തത് ഈ ഒരു ക്യാൻഡിലാണ് ആക്ച്വലി ബ്രേക്ക് ചെയ്തത്. ഓക്കെ, ഈ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തപ്പോഴും വോളിയം കിടക്കുന്നത് 9.91K വോളിയം കിടക്കുന്നത്. നമുക്ക് വേണ്ടത്ര ഹെവി വോളിയത്തിലോട്ട് മാർക്കറ്റ് പോയിട്ടില്ല. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ ഇംബാലൻസ് അവിടെ കിടക്കുന്നുണ്ട്, ബട്ട് വേണ്ടത്ര വോളിയത്തിലോട്ട് മാർക്കറ്റ് പോയില്ല. പിന്നെ നെക്സ്റ്റ് ക്യാൻഡിൽ ഫോം ചെയ്തപ്പം അവിടെയാണ് ആക്ച്വലി വോളിയത്തിൽ വലിയൊരു ജമ്പ് വന്നത്. അന്നത്തെ ദിവസത്തെ ആവറേജ് വോളിയം നോക്കുന്ന സമയത്ത് ഒരു നല്ലൊരു വോളിയത്തിലോട്ട് മാർക്കറ്റ് വന്നത് നെക്സ്റ്റ് വരുന്ന ഒരു ക്യാൻഡിലാണ് 29.24K, ഏകദേശം 30K വോളിയത്തിലോട്ട് വീണ്ടും മാർക്കറ്റ് എന്ത് ചെയ്തു? ജമ്പ് ചെയ്തു ഫ്രം 9.91K പ്ലസ് വിത്ത് ഹൈ പോസിറ്റീവ് ഡെൽറ്റ 2.38K 5.93K പോയി 11.97K പോയി. അത്രയും പോസിറ്റീവ് ഡെൽറ്റ കൂടെ വന്നു. പോസിറ്റീവ് ഡെൽറ്റ എന്ന് പറയുമ്പോൾ നെറ്റ് സെല്ലിങ്ങിൻ്റെ ബയ്യിങ്ങിൻ്റെ നെറ്റാണ് വരുന്നത്. അപ്പോൾ പോസിറ്റീവ് ഡെൽറ്റയാണ് കാണിക്കുന്നത്, ആക്ച്വലി ബയ്യിങ്ങിനാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഹെവി ബയ്യിങ് അവിടെ വന്നു. ഇവിടെ പോലും എന്തുണ്ട് ഈ ഒരു ക്യാൻഡിലിൽ പോലും നല്ല വോളിയം പ്ലസ് ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതൊരു കൺഫർമേഷനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വെക്കാൻ പറ്റും. സോ നമ്മൾ എൻട്രി പോയിട്ടുണ്ടായിരുന്നു, നമ്മൾ പറഞ്ഞു ഈ ഒരു ക്യാൻഡിലിൽ അബവ് ആയിരുന്നു. സോ ഇത്രയെല്ലാം കൺഫേം ചെയ്യുമ്പോൾ ആക്ച്വലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ട്രേഡ് നമുക്ക് എടുക്കാൻ പറ്റും. സോ നമുക്ക് ഇതിൽ മീൻസ് ഓർഡർ ഫ്ലോ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ പ്രോപ്പറായിട്ടും അനാലിസിസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് നമ്മൾ എൻട്രി പോയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ലെവലിലായിരുന്നു. സോ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഈ ഒരു ഹൈ ക്രോസ് ചെയ്യുന്ന സമയത്തായിരുന്നു, ഈ ക്യാൻഡിൽ ഹൈലോട്ട് എത്തുന്ന സമയത്തായിരുന്നു എൻട്രി പോയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഹൈ ക്രോസ് ചെയ്തത് ഏതാണ്? ഈ ഒരു ക്യാൻഡിലാണ് ഹൈ ക്രോസ് ചെയ്തത്. ഓക്കെ, നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു പുൾ ബാക്കിൻ്റെ ബിലോയിലായിട്ടായിരുന്നു നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതിന് 1:4 എന്ന് പറയുമ്പോൾ ആക്ച്വലി നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് പ്രൈസ് ഈ ഒരു ലെവലിലോട്ട് എത്തി വീണ്ടും പ്രൈസ് ഈ ഒരു പുൾ ബാക്ക് തന്ന് ഈ ഒരു ലെവലിലോട്ട് വീണ്ടും പ്രൈസ് എത്തിയ സമയത്താണ് ആക്ച്വലി നമ്മൾ എന്ത് ചെയ്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിലേറെ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു 1:4 മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? റാലി ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു ലെവലിലുള്ള ഓളി നമുക്ക് എന്ത് ചെയ്യാം? വേണമെന്നുണ്ടെങ്കിൽ അവിടെ പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വോളി എന്ത് ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ നോക്കുന്ന സമയത്തല്ലേ അതായത് നമ്മൾ ചെക്ക് ചെയ്തിരുന്ന നമുക്ക് ഓക്കെ ആയിരുന്ന വോളി എന്ന് പറയുന്നത് 29.24K ആയിരുന്നു. ഈ 29.24K നേരെ 66K മാർക്കറ്റ് പോയി 140K വീണ്ടും എന്ത് ചെയ്തു പോയി? നല്ല രീതിയിൽ വോളിയം പോയി. സോ ഈ 140K ഒരുപാട് ഡെൽറ്റ കാണിക്കുന്നില്ല, പക്ഷേ വീണ്ടും മാർക്കറ്റ് പുൾ ബാക്ക് തന്ന് വീണ്ടും മാർക്കറ്റ് എന്ത് ചെയ്തു? വളരെ പോസിറ്റീവായിട്ടുള്ള ഡെൽറ്റയിൽ വീണ്ടും മാർക്കറ്റ് എന്ത് ചെയ്തു? റാലി ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ.